നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലൊക്കെ കാണാൻ പറ്റും, ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി, ഖുൽ റബ്ബിൽ ഫലക്, നാസ് സൂറത്തൊക്കെ ഓതി, എന്നിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ ഉള്ളം കയ്യിൽ ഇങ്ങനെ മന്ത്രിച്ചു, എന്നിട്ട് ശരീരത്തിൽ തടവിയാൽ അവനിക്കത് വലിയൊരു കാവലാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതൊക്കെ 33 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് ശരീരത്തിൽ നമ്മുടെ കൈവെള്ളയിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ ശരീരം മൊത്തം തടവലും സുന്നത്താണ്. അതുപോലെ ഒരു നല്ലൊരു ചര്യയായ ഒരു കാര്യമാണ് എന്തെന്നറിയോ, ബാങ്ക് വിളിക്കൂലേ, നമ്മൾ ചെയ്യാറുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇല്ലാത്തവർക്കത് ചെയ്യാനുള്ള ഒരു പ്രചോദനം പറഞ്ഞു തരുകയാണ്. അതായത് നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയണം എന്ത്, മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവന്റെ 2 തള്ളവിരലിൽ ചുംബിക്കുകയോ അല്ലെങ്കിൽ ഊതുകയോ, ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുകയോ ചെയ്ത് കണ്ണിൽ തടവിയാൽ അവന്റെ കണ്ണുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. ഇത് പലരും ചോദിച്ചു, ഉസ്താദേ അതെന്താണ് ഓതേണ്ടതെന്ന് അറിയില്ല, പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതെന്താണ് ഓതുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിന്റെ ഉത്തരം ഞാൻ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത്, മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ 2 തള്ള വിരലിൽ ഇശ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മൾ ഇങ്ങനെ കണ്ണിൽ തടവിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മാറുമെന്ന് കിതാബുകളിൽ കാണാം. അല്ലാഹു തആല അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.